بسم الله الرحمن الرحيم إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا وأن الذين لا يؤمنون بالآخرة أعتدنا لهم عذابا أليما ويدعو الإنسان بالشر دعاءه بالخير وكان الإنسان عجولا وجعلنا الليل والنهار آيتين فمحونا آية الليل وجعلنا آية النهار مبصرة لتبتغوا فضلا من ربكم ولتعلموا عدد السنين والحساب وكل شيء فصلناه تفصيلا السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഇന്ന് കടുത്ത മനസ്സ് എന്ന വിഷയത്തിലാണ് ഏതാനും കാര്യങ്ങൾ ഈ വേദി നമ്മളോട് സംസാരിക്കുന്നത്. കടുത്ത മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഒരു അദാബാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നഊദു ബില്ലാഹ്. അത്തരം മനസ്സുകൾക്ക് നന്മകൾ നന്മകളായി തിരിച്ചറിയുവാനും തിന്മകളെ തിന്മകളായി വകതിരിക്കുവാനും അവസരമുണ്ടാവുകയില്ല. ഹിദായത്ത് ഏൽക്കാത്ത മനസ്സായിരിക്കും അത്തരം മനസ്സുകൾ. അത്തരം മനസ്സുകളാകുന്ന കോട്ടകൾക്ക് കനത്ത മറയും ഭദ്രതയുമായിരിക്കും ഉണ്ടാവുക. അവരുടെ ജീവിതം പാപപങ്കിലമായിരിക്കും. അവർ ദുനിയാവിൽ വ്യാപൃതരായിരിക്കും. ദുശ്ചെയ്തികൾ അവർക്ക് അലങ്കൃതമായിരിക്കും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ കടുത്ത മനസ്സിൻ്റെ വിഷയത്തിൽ ചില ആപ്തവാക്യങ്ങൾ അൽ ഫവായിദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടത് ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കാം. ما ضرب عبد بعقوبة أعظم من قسوة القلب والبعد عن الله
മാ ദുരിബ അബ്ദുൻ ബി ഉഖൂബത്തിൻ, ഒരു ദാസനും ശിക്ഷ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടില്ല അഅ്ദമ മിൻ ഖസ്വത്തിൽ ഖൽബ്, കടുത്ത മനസ്സിനേക്കാൾ ഗൗരവമുള്ളതായി, വൽ ബുഅദി അനില്ലാഹ്, അള്ളാഹുവിൽ നിന്ന് അകന്നതിനേക്കാളും. അപ്പോൾ ഒരു മനുഷ്യന് വന്നിറങ്ങിയ ശിക്ഷയിൽ ഏറ്റവും കടുത്തത് അത് മനസ്സിൻ്റെ കാഠിന്യമാണ്, അള്ളാഹുവിൽ നിന്നുള്ള അകൽച്ചയാണ് എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നത്. ഖുലിഖത്തിൻ നാർ ലിഇദാബത്തിൽ ഖുലൂബിൽ ഖാസിയ, നരകം സൃഷ്ടിക്കപ്പെട്ടത് കടുത്ത മനസ്സുകളെ ഉരുക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുകയുണ്ടായി. മതാ ഉഖഹിതത് അൽ ഐനു മിനൽ ബുകാ മിൻ ഖശിയത്തില്ലാഹ് ഫഅലം അന്ന ഖഹ്തഹ മിൻ ഖസ്വത്തിൽ ഖൽബ്. എന്താ? അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്നതിനെ തൊട്ട് ഒരു കണ്ണിന് എപ്പോഴാണോ വരൾച്ചയേൽക്കുന്നത്, അപ്പം അള്ളാഹുവിനെ ഭയന്ന് കരയാത്ത സമയം വന്നാൽ ഫഅലം, നീ മനസ്സിലാക്കിക്കോ, അന്ന ഖഹ്തഹ മിൻ ഖസ്വത്തിൽ ഖൽബ്, കണ്ണിന് വരൾച്ച ബാധിച്ചത് മനസ്സ് കടുത്തത് കാരണത്താലാണ്. അപ്പം മനസ്സ് കടുത്താൽ കണ്ണ് കരയൂല. എന്തിന്? അള്ളാഹുവിനെ പേടിച്ച്. വഅബ്അദുൽ ഖുലൂബ് മിനല്ലാഹ് അൽ ഖൽബുൽ ഖാസി, അള്ളാഹുവിൽ നിന്ന് ഏറ്റവും ദൂരെയായ ഹൃദയം അത് കടുത്ത മനസ്സാകുന്നു എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നത്. ഖസ്വത്തുൽ ഖൽബ് മിൻ അർബഅത്തി അഷ്യാ, 4 കാര്യങ്ങളാൽ മനസ്സ് കടുക്കും. ഇദാ ജാവസത് ഖദറൽ ഹാജ, ആ 4 കാര്യങ്ങൾ അത് ആവശ്യം വിട്ടുകടന്നാൽ, അനാവശ്യമായാൽ. ഏതാണ് ആ 4 കാര്യങ്ങൾ? അൽ അക്ലു വന്നൗമു വൽ കലാമു വൽ മുഖാലത. ഒന്ന് അൽ അക്കിൽ, തീറ്റ കുടി. രണ്ടാമത്തേത് വന്നവും, ഉറക്കം. 3 വൽ കലാം, സംസാരം. വൽ മുഖാലത, ഇടപഴകൽ. അപ്പൊ സംസാരം അതിര് കടന്നാൽ അത് മനസ്സിനെ കടുത്തതാക്കും. ഇടപഴകൽ അതിര് കടന്നാൽ അത് മനസ്സിനെ കടുത്തതാക്കും. ഉറക്കം അതിര് കടന്നാൽ അതും മനസ്സിനെ കടുത്തതാക്കും. അന്നപാനീയങ്ങളും അതിര് കടന്നാൽ അത് മനസ്സിനെ കടുത്തതാക്കും എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നത്. ഇതൊക്കെ കടുത്ത മനസ്സിൻ്റെ വിഷയത്തിൽ ചില ആപ്തവാക്യങ്ങൾ നമ്മൾ പണ്ഡിതന്മാരിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കടുത്ത മനസ്സേകിയാണ് പല മനുഷ്യന്മാരെയും അവരുടെ ദുഷ്ടചെയ്തികൾക്ക് ശിക്ഷ നൽകിയിട്ടുള്ളത്. ഫബിമാ നഖദിഹിം മീസാഖഹും ലഅന്നാഹും വജഅൽനാ ഖുലൂബഹും ഖാസിയ. ഫബിമാ നഖദിഹിം മീസാഖഹും, ഇസ്രായേല്യർ അവരുടെ ഉടമ്പടികൾ ലംഘിച്ചത് കാരണത്താൽ ലഅന്നാഹും, നാം അവരെ ശപിക്കുകയുണ്ടായി എന്നാണ്. അപ്പൊ ഇസ്രായേല്യർ അള്ളാഹുവിനോടുള്ള ഉടമ്പടിയും കരാറും ലംഘിച്ച് ശിക്ഷ എന്താ? ലഅന്നാഹും, നാം അവരെ ശപിച്ചു. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വജഅൽനാ ഖുലൂബഹും ഖാസിയ, അവരുടെ മനസ്സുകളെ നാം കടുത്തതാക്കി തീർത്തു എന്നാണ്. അപ്പോൾ ഇസ്രായേല്യരുടെ തലമുകളിൽ അള്ളാഹുവിൽ നിന്ന് വന്ന ശിക്ഷയാണ് അവരുടെ മനസ്സിനെ അള്ളാഹു കടുത്തതാക്കി എന്നുള്ളത്. അതിൽ പിന്നെ എന്താ? യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി വനസൂ ഹദ്ദൻ മിമ്മാ ദുകിറൂ ബിഹി. മനസ്സ് കടുത്തപ്പോൾ പിന്നെ തോന്നിയതൊക്കെ ചെയ്യൽ തുടങ്ങി. യുഹർരിഫൂനൽ കലിം അൻ മവാദിഇഹി, വേദവാക്യങ്ങളെ സ്ഥാനം തെറ്റിക്കാൻ തുടങ്ങി. ഗുരുതരമായ പാപം. വേദവാക്യങ്ങളെ സ്ഥാനം തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിയരിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിലെ വചനങ്ങളെ അത് അസ്ഥാനത്താക്കാൻ തുടങ്ങി. ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയില്ല. അതേപോലെ തന്നെ ഗ്രന്ഥത്തിൽ തിരുമറി നടത്താൻ തുടങ്ങി, കോട്ടിമാട്ടലുകൾ നടത്തി. ഇങ്ങനെ പിന്നെയോ വനസൂ ഹദ്ദൻ മിമ്മാ ദുകിറൂ ബിഹി,
ഏതൊരു കാര്യം കൊണ്ടാണ് അവർക്ക് ഉത്ബോധനമേകിയത്, ആ ഉത്ബോധനത്തെ അവർ മറക്കാനും തുടങ്ങി. അതിൽ പിന്നെ ഹലാൽ ഹറാമില്ല, കൽപ്പനകൾ വിരോധങ്ങളില്ല. അള്ളാഹു അവതരിപ്പിച്ചതായ ദീനിനെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ളതായ ഒരു ജീവിതം, അതാണ് ഇസ്രായേലിയർ അഭ്യസിക്കാൻ തുടങ്ങിയത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഈ സംഭവത്തിൽ മനസ്സിൻ്റെ കാഠിന്യം അള്ളാഹുവിൽ നിന്നുള്ള അദാബാണ്. ആ അദാബ് ഒരാൾക്ക് വന്നിറങ്ങിയാൽ അയാൾ അള്ളാഹ്ക്ക് അനിഷ്ടകരമായതെല്ലാം പ്രവർത്തിക്കും. അള്ളാഹു അവതരിപ്പിച്ച ദീനിനെ വിസ്മരിച്ചുകൊണ്ടുള്ളതായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കാറ്റിൽ പറത്തി അള്ളാഹു വിരോധിച്ചതിൽ ആറാടി ഉള്ളൊരു ജീവിതമായിരിക്കും അത്തരക്കാർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലിയരുടെ വിഷയത്തിൽ തന്നെ പറഞ്ഞ മറ്റൊരു വചനം, സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക് ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ. ഇസ്രായേലിയരുടെ വിഷയത്തിൽ അള്ളാഹു പറയുകയാണ്, സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക്, അതിനുശേഷവും നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി. അതിനുശേഷവും എന്ന് പറഞ്ഞാൽ ഇസ്രായേലിയരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പശുവിനെ അറക്കാൻ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു ബഖറ, പശുവിനെ അറക്കാൻ പറഞ്ഞു. അപ്പോൾ പശുവിനെ അറക്കാൻ പറഞ്ഞപ്പോൾ ഇസ്രായേലിയർ പശുവിനെ അറുത്തില്ല, ആ പറഞ്ഞ മാത്രമേ. പിന്നെയോ അവർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് തർക്കിക്കാൻ നിന്ന്, അതിൻ്റെ കളർ എന്താണ്, അതിൻ്റെ ചേലെന്താണ്, അതെങ്ങനെയുള്ളതാണ്, കുറേ പശുക്കളുണ്ട്, ഞങ്ങൾക്ക് ആകെ ഇടങ്ങേറാണ്, തെരഞ്ഞു പിടിച്ച് ഇന്നൽ ബഖറ തശാബഹ അലൈന തുടങ്ങി 100 ചോദ്യങ്ങൾ അങ്ങോട്ട് ഒരു പശുവിനെ അറക്കാൻ പറഞ്ഞപ്പോൾ. അതെന്തുകൊണ്ടാ? അത് മനസ്സ് കെടുത്തത് കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക, അതിനുശേഷവും നിങ്ങളുടെ ഹൃദയം കെടുത്തുന്ന, അപ്പം അതിൻ്റെ മുമ്പ് ഹൃദയം കെടുത്തുക. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു എളിയ കൽപ്പന നൽകിയപ്പോൾ 100 ചോദ്യങ്ങൾ ഉന്നയിച്ച് തട്ടുത്തരങ്ങൾ പറഞ്ഞ് അതിനെതിരിൽ സംസാരിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറഞ്ഞത് എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് വാർദ്ധക്യ സഹജമായി ഉണ്ടായ പിഞ്ചു കുഞ്ഞിനെ ബലി നൽകാനാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറ, മകനോട് കൂടിയാലോചിക്കാണ്, നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു, നിന്റെ അഭിപ്രായം എന്താണ്? അങ്ങനെ വാർദ്ധക്യത്തിൻ്റെ ആ സാഹചര്യത്തിൽ പിറന്ന ആ പിഞ്ചു മകനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതിൻ്റെ പാർശ്വത്തിൽ കിടത്തി അറുക്കാൻ ഒരുമ്പെട്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വപ്നത്തിലൂടെ വഹയേകിയ മാത്രയിൽ, കാരണം എന്താ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സ് അത് ലോലമാണ്, അതിനാൽ തന്നെ വിധി വിലക്കുകൾ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും അത് പര്യാപ്തമാണ്. എന്നാൽ തങ്ങളുടെ കീഴിലുള്ള, തങ്ങൾ ഉടമപ്പെടുത്തിയ ധാരാളം പശുക്കളിൽ ഒരു പശുവിനെ അറുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേലിയർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അതിൻ്റെ വിഷയത്തിൽ 100 ചോദ്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫദബഹൂഹ വമാ കാദു യഫ്അലൂൻ, അവസാനം ഒരു പശുവിനെ അറുത്തു. അവർക്ക് അറുക്കാനുള്ള പരിപാടിയൊന്നുമില്ലായിരുന്നു, പക്ഷേ പിന്നീട് അവർ ഗതിമുട്ടിയിട്ട് അറുത്തു എന്നല്ലേ, എന്ന പോലെ അറുത്തു എന്നാണ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിഷയത്തിൽ പറയാണ്, സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക്, അതിനുശേഷവും നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി. ഫഹിയ കൽ ഹിജാറ, അത് കല്ലിനെ പോലെ, ഹൃദയങ്ങൾ കല്ലിനെ പോലെ കടുത്തുപോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണ്. ആ നീതിമാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആളുകളുടെ മനസ്സ് കടുത്ത് കല്ലിനെ പോലെയായി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കല്ലിനോട് നീതി കാണിക്കാണ്. എന്താ അള്ളാഹു പറയുന്നത്? ഔ അശദ്ദു ഖസ്വ, കല്ലിനെ പോലെയല്ല, കല്ലിനേക്കാൾ കടുത്തതാണ് ആ ഹൃദയങ്ങൾ. കാരണം എന്താ? വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, കല്ലുകളിൽ നിന്ന് നദികൾ വെള്ളം നിർഗളിച്ചുണ്ടാവുന്നവയുണ്ട്. ചില കല്ലുകൾ അതിൽ നിന്നാണ് വെള്ളം നിർഗളിക്കുന്നത്, അത് നദിയായി പിന്നീട് മാറും. വഇന്ന മിൻഹാ ലമാ യശഖഖ് ഫയഖ്റുജു മിൻഹുൽ മാ, കല്ലുകളിൽ ചിലത് പിളരും, ആ പിളർച്ചയിലൂടെ വെള്ളം പൊട്ടിയൊലിക്കും. വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്, കല്ലുകളിൽ ചിലത് പടച്ച റബ്ബിനോടുള്ള ഭീതിയാൽ, പേടിയാൽ ഉതിർന്നു വീഴുന്നവയുണ്ട്.
ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. കല്ലിനെ പോലെയാണ് അവരുടെ ഹൃദയം എന്ന് പറഞ്ഞിട്ട് പറയണേ. അല്ല, അശദ്ദു ഖസ്വ, കല്ലിനേക്കാൾ കടുത്തതാണ് ആ ഹൃദയങ്ങൾ. കാരണം എന്താ? കല്ലിൽ ചിലതിന് ആളുകൾക്ക് ഉപകാരപ്രദമായതുണ്ട്. കല്ല് പിളർന്ന് വെള്ളം വരുന്നു, കല്ലിൽ നിന്ന് വെള്ളം നിർഗളിച്ച് ആളുകൾക്ക് നദികൾ ഉണ്ടാകുന്നു, പടച്ചറബിനെ പേടിച്ച് ഉരുണ്ടു വീഴുന്ന കല്ലുകളുണ്ട്. അപ്പോൾ ഈ കല്ലിൻ്റെ പോലും പ്രത്യേകതകളില്ലാത്ത ഹൃദയം, അതാണ് കടുത്ത ഹൃദയങ്ങൾ, കടുത്ത മനസ്സുകൾ. അങ്ങനെ ആയിത്തീർന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. ഈ ആയത്തുകളും ആ ആയത്തുകൾ വെളിച്ചം വീശുന്നതായ ചരിത്ര സംഭവങ്ങളും അറിയിക്കുന്നത് എന്താ? മനസ്സിൻ്റെ കടുപ്പം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള അദാബാണ്. ആ കടുപ്പം കനത്ത മറ തീർത്ത ഹൃദയങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് നല്ലതും തീയതും വേർതിരിക്കാനാവുകയില്ല. മഅറൂഫും മുൻകറും അത് വ്യവച്ഛേദിക്കുവാനാവുകയില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അത് മുഖവിലക്കെടുത്ത് പ്രാവർത്തികമാക്കുവാൻ തൗഫീഖില്ല. അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടകലുവാൻ അതിന് ഉദവിയുണ്ടാവുകയില്ല എന്നുള്ളതാണ്. പിന്നെയോ നെറികേടിൽ, നീചവൃത്തികളിൽ അത്തരം ഹൃദയങ്ങളുള്ള ആളുകളാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫതാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. അല്ലാഹുവിനെ സ്മരിച്ച് ഹൃദയങ്ങളെ പേടിപ്പെടുത്തുവാൻ സമയമായില്ലേ എന്നാണ് ചോദ്യം. അതേപോലെ അല്ലാഹു ഹക്കായി അവതരിപ്പിച്ച അവൻ്റെ വചനങ്ങളെ ഓർത്തും ഹൃദയങ്ങളെ പേടിപ്പിക്കാൻ സമയമായില്ലേ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ്, മുമ്പ് വേദം നൽകിയവരെ പോലെ അവരാകാൻ പാടുള്ളതല്ല. ഫതാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും, വേദം നൽകിയവർക്ക് കാലം ദീർഘിച്ചു, അവരുടെ ഹൃദയങ്ങൾ കടുത്തു. വകസീറും മിൻഹും ഫാസിഖൂൻ, അതോടുകൂടി അവരിൽ ധാരാളം ആളുകൾ ഫാസിഖീങ്ങളായിരുന്നു, തെമ്മാടികളായിരുന്നു, നീചവൃത്തികളിൽ കഴിയുന്നവരായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പോൾ മനസ്സ് കടുത്താൽ പിന്നെ നീചവൃത്തികളിലാണ്, തെറ്റുകുറ്റങ്ങളിലാണ്, പാപങ്ങളിലാണ്. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഈ മനസ്സ് കടുത്ത വേദത്തിൻ്റെ ആളുകൾ വളരെ മോശമായി അവതരിപ്പിച്ചു, ചിത്രീകരിച്ചു. തങ്ങളിലേക്ക് നിയോഗിതരായ നബിമാരെ അവർ പച്ചയായിട്ട് വധിച്ചു. വേദഗ്രന്ഥങ്ങളിൽ അവർ കൃത്രിമത്വം കാണിച്ചു. കൽപ്പനകളെ അവർ കാറ്റിൽ പറത്തി. വിശുദ്ധയായ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുഖത്ത് നോക്കിയിട്ട് വ്യഭിചാരം ആരോപിച്ചു. പവിത്ര ജീവിതത്തിൻ്റെ ഉദാഹരണമായ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുഖത്ത് നോക്കി ജാരസന്താനം എന്ന് പറഞ്ഞ് അവർ അദ്ദേഹത്തെ മാനഭംഗപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്തു. ഇതൊക്കെ മനസ്സ് കടുക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല കടുപ്പം കൊണ്ട് മനസ്സിന് സീൽ വെക്കുകയും ചെയ്തതിൽ പിന്നെ അതിൻ്റെ വാക്താക്കളിൽ നിന്നുണ്ടായ പ്രതികരണങ്ങളാണ്, അതിൻ്റെ ഉപരിപ്ലവ ഭാവങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് മനസ്സിൻ്റെ കടുപ്പം ചികിത്സിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചില കർമ്മങ്ങൾ വരെ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ഖബർ സിയാറത്ത് ശറഅാക്കിയപ്പോൾ അതിൻ്റെ ഹിക്മത്ത് പറഞ്ഞതെന്താ? അലാ ഫസൂറുഹ, അറിയുക, നിങ്ങൾ ഖബറിടങ്ങൾ സന്ദർശിക്കുക. ഫഇന്നഹ തുരിഖുൽ ഖൽബ് വതുദ്മിഉൽ ഐൻ വതുദക്കിറുൽ മൗത്ത്, അല്ലെങ്കിൽ വതുദക്കിറുൽ ആഖിറ. ഖബറുകൾ കണ്ടോളിയും സന്ദർശിച്ചോളിയും സിയാറത്ത് നടത്തിക്കോളിയും. കാരണം ഫഇന്നഹ തുരിഖുൽ ഖൽബ്, കാരണം ഖബറുകൾ മനസ്സുകളെ ലോലമാക്കും എന്നാണ്. അതിൻ്റെ കടുപ്പം കുറക്കും, അതിൻ്റെ കടുപ്പം പോക്കും, മനസ്സിനെ ലോലമാക്കും. അതേപോലെ കണ്ണുകളെ കരയിപ്പിക്കും,
മരണത്തെ ഓർമ്മിപ്പിക്കും, പരലോകത്തെയും ഓർമ്മിപ്പിക്കും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഖബർ സിയാറത്ത് പറഞ്ഞതിൽ ഒരു ഹിക്മത്ത് മനസ്സുകളുടെ കടുപ്പം കുറക്കുക എന്നുള്ളതാണ്. ഇതേപോലെ അബൂ ഹുറൈറയിൽ നിന്ന് ഇമാം അഹ്മദ് മുസ്നദിൽ റിവായത്ത് ചെയ്യുന്ന ഹദീസ് കുറ്റമറ്റതാണ്. അന്ന റജുലൻ ശക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്വത ഖൽബിഹി, ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തൻ്റെ ഹൃദയം കടുത്തതിനെക്കുറിച്ച്, മനസ്സ് കടുത്തതിനെക്കുറിച്ച് ആവലാതിപ്പെട്ടു. ഫഖാല ലഹു, അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു, ഇൻ അറത് തലീന ഖൽബിക്, മനസ്സിൻ്റെ കടുപ്പം കുറക്കണം എന്ന് നിനക്ക് ഉദ്ദേശമുണ്ട് എങ്കിൽ ഫഅത്ഇമിൽ മിസ്കീൻ, സാധുവിന് അഗതിക്ക് അന്നം കൊടുത്തോ, വംസഹ് റഅ്സൽ യതീം, യതീമിൻ്റെ തല തടവിക്കോ. ഇതാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ മനസ്സ് കടുത്തതാണ്. ചില മനുഷ്യന്മാരങ്ങനെയുണ്ട്, മൂർന്നോടത്ത് ഇപ്പേക്കാത്ത ജാതിയാർ. ഞങ്ങൾ മലപ്പുറത്ത് മൂർന്നോടത്ത് തന്നെ മുറിഞ്ഞ സ്ഥലത്ത് അല്പം ഉപ്പ് വാരി തേച്ചാൽ കുറച്ച് രോഗം മാറാൻ അതിൽ മരുന്ന ഉപ്പ് ഫ്രീ എന്നപോലെ വെറുതെ പോലെ കിട്ടണ സാധനം. അപ്പം ഈ മൂർന്നോടത്ത് ഉപ്പേക്കാത്ത ജാതി എന്ന് പറഞ്ഞാൽ ഒരു അല്പം ഉപ്പ് പോലും ഒരു മുറിക്ക് മരുന്നിന് കൊടുക്കാത്ത മനുഷ്യന്മാർ എന്ന് പറയും. അത് എന്തുകൊണ്ടാ? മനസ്സ് കടുത്തത് കൊണ്ടാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വ്യക്തി വന്നിട്ട് പറയാണ്, മനസ്സ് കടുത്തതാണ്, പ്രവാചകരെ എന്ത് ചെയ്യും? ആവലാതിപ്പെട്ടാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, തലീനുൽ ഖൽബ്, മനസ്സിൻ്റെ കടുപ്പം കുറക്കാനാണോ ഉദ്ദേശം എങ്കിൽ അത്ഇമിൽ മസാക്കീൻ, അഗതികൾക്ക് അന്നം കൊടുക്കുക. വംസഹ് റഅ്സൽ യതീം, യതീമിൻ്റെ തല തടവ്. ഇതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞു, അൽ ഖൽബ് യംറദു കമാ യംറദുൽ ബദൻ, മനസ്സിന് രോഗം പിടികൂടും, ശരീരത്തിന് രോഗം പിടികൂടുന്നത് പോലെ. വശിഫാഉഹു ഫി തൗബതി വൽ ഹിമ്യ, തൗബ ചെയ്യുക എന്നുള്ളതാണ്, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മനസ്സിനെ കാക്കുക. തൗബ ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള ശിഫ. വയസ്ദഉ കമാ തസ്ദഉൽ മിർഅ, കണ്ണാടിയിൽ കറ വീഴുന്നത് പോലെ മനസ്സിലും കറ വീഴും. വജലാഉഹു ബിദ്ദിക്ർ, ആ കറ തുടച്ചു നീക്കൽ ദിക്ർ എടുത്തുകൊണ്ടാണ്. അപ്പം മനസ്സാകുന്ന കണ്ണാടിയിൽ കറ വീണാൽ ദിക്ർ ചൊല്ലിക്കൊണ്ട് ആ കറ പോക്കിക്കോ എന്നാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. വയറ കമാ യറൽ ജിസ്ം, മനുഷ്യ ശരീരം നഗ്നമാകുന്നത് പോലെ മനസ്സും നഗ്നമാകും. വസീനത്തുഹു തഖ്വ, മനസ്സ് നഗ്നമായാൽ ആ മനസ്സിന് നൽകേണ്ട ഉടുപ്പ് അത് തഖ്വയാണ്. വയജുഉ കമാ വയദ്മഉ കമാ യജുഉൽ ബദൻ, ശരീരത്തിന് വിശപ്പേൽക്കുന്നത് പോലെ ഹൃദയത്തിനും മനസ്സിനും വിശപ്പും അതേപോലെ തന്നെ ദാഹവും ഏൽക്കും. വതആമുഹു വശറാബുഹു അൽ മഅരിഫത്തു വൽ മഹബ്ബ വത്തവക്കുൽ വൽ ഇനാബത്തു വൽ ഖിദ്മ. എന്താ? മനസ്സിന് വിശന്നാൽ, മനസ്സിന് ദാഹിച്ചാൽ മനസ്സിനുള്ള ത്വാം ഭക്ഷണം, വശറാബുഹു അതിനുള്ള പാനീയം, അൽ മഅരിഫത്തു വൽ മഹബ്ബ അള്ളാഹുവിനെ അറിയലാണ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടലാണ്. വത്തവക്കുലു അള്ളാഹുവിൽ തവക്കുലാക്കലാണ്. വൽ ഇനാബത്തു അള്ളാഹുവിലേക്ക് തൗബ ചെയ്യലാണ്. വൽ ഖിദ്മ സേവന പ്രവൃത്തികൾ നടത്തലാണ്, ഖിദ്മത്ത് ചെയ്യലാണ്. ഇതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞത്. ഒരു കവി പറഞ്ഞത്, ദവാഉ ഖൽബിക ഖംസുൻ ഇൻദ ഖസ്വതിഹി ഫദും അലൈഹാ തഫുസ് ബിൽ ഖൈരി വദ്ദഫരി ഖലാഉ ബത്നിൻ വഖുർആനു തദബ്ബറുഹു കദാ തദർറുഉ ബാകിൻ സാഅത السحരി കദാ ഖിയാമുക ജുൻഹൽ ലൈലി ഔസതഹു വഅൻ തുജാലിസ അഹ്ലൽ ഖൈരി വൽ ഖബരി. ദവാഉ ഖൽബിക്, നിന്റെ ഹൃദയത്തിനുള്ള ദവ, മരുന്ന്, ഇൻദ ഖസ്വതിഹി,
ആ ഹൃദയം കടുക്കുമ്പോൾ, മനസ്സ് കടുക്കുമ്പോൾ മനസ്സിനുള്ള മരുന്ന് ഹംസുൻ, അത് 5 കാര്യങ്ങളാണ് മരുന്ന്. ഇപ്പം നമുക്ക് രോഗം വന്നാൽ മരുന്ന് വേണ്ടേ? അപ്പം മനസ്സ് കടുക്കുക എന്നുള്ള രോഗത്തിന് ഒരാൾ അടിപ്പെട്ടാൽ 5 മരുന്നാണുള്ളത്. ഒന്നെന്താ? എന്നിട്ട് പറയാണ് ഫദും അലൈഹ തഫുസ് ബിൽ ഖൈരി വദ്ദഫരി. ഈ 5 മരുന്ന് നിത്യമായിട്ട് കുടിച്ചോ, ഉപയോഗിച്ചോ, എങ്കിൽ നിനക്ക് വിജയം വരിക്കാനാവും. ഒന്ന് ഖലാ ബത്തനിൻ, വയറ് ഫ്രീ ആക്കുക. വയറ് ഫ്രീ ആക്കാനല്ല, ഏതേരം വാരി മുണങ്ങിയിട്ടുണ്ട് എങ്കിൽ വയറ് വീർത്തിരിക്കും. വയറിന് ഫ്രീ ടൈം കൊടുക്കുക. 2 വ ഖുർആനുൻ തദബ്ബറുഹു, ഖുർആൻ ഓതുക. എങ്ങനെ ഓതുക? തദബ്ബുറഹു, ഖുർആൻ ചിന്തിച്ചിട്ട് ഓതുക, ആലോചിച്ചിട്ട് ഓതുക. കേവല പാരായണമല്ല. ശരിയാണ്, കേവല പാരായണത്തിന് കൂലിയുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ തദബ്ബുർ നടത്താൻ കൽപ്പിച്ച്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് വരാം. പിന്നെ ഏതാ? കദാ തദർറു ബാകിൻ സഅത സഹരി, സഹറിന്റെ സമയം കരഞ്ഞുകൊണ്ട് അള്ളാഹ്ക്കൊരു വിനയം പ്രകടിപ്പിക്കുക. സഹറിന്റെ സമയം എന്ന് പറഞ്ഞാൽ ഉഷങ്കാലത്തിന് തൊട്ട് മുമ്പുള്ള നമ്മളുടെ സഹൂറിൻ്റെ ടൈം, ഫജറിന് മുമ്പുള്ള ആ സമയം, രാത്രിയുടെ അന്ത്യയാമങ്ങൾ, അതിൽ കരഞ്ഞ് അള്ളാഹുവിനൊന്ന് വിനയപ്പെടുക. ഇത് മനസ്സ് അതിൻ്റെ കടുപ്പം പോകാനുള്ള ഒരു മരുന്നാണ്. അടുത്തത് കദാ ഖിയാമുക ജുൻഹൽ ലൈൽ, രാത്രിയുടെ ഔസതഹു, രാത്രിയുടെ മറവിൽ, നിറവിൽ, നിശയുടെ നിഗൂഢതയിൽ ഖിയാമുക്, നീ നിന്ന് നമസ്കരിക്കലാണ്. വ അൻ തുജാലിസ അഹ്ലൽ ഖൈരി വൽ ഖബരി, വ അൻ തുജാലിസ് അഹ്ലൽ ഖൈർ, നന്മയുടെ ആളുകളോടൊപ്പം നീ ഇരിക്കുക. വൽ ഖബരി, വിജ്ഞാനമുള്ളവരുടെ കൂടെയും നീ ഇരിക്കുക. അപ്പോൾ അറിവുള്ളവരുടെ കൂടെ, നന്മയുള്ളവരുടെ കൂടെ ഇരിക്കുക. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നമസ്കരിക്കുക. സഹറിൻ്റെ സമയം അള്ളാഹുവിന് മുമ്പിൽ വിനയപ്പെട്ട് കരയുക, ഖുർആൻ ഓതുക, ചിന്തിച്ചോതുക, വയറ് ഫ്രീ ആക്കുക. ഈ 5 കാര്യങ്ങൾ അതാണ് ദവാഉ ഖൽബിക ഖംസുൻ ഇൻദ ഖസ്വതിഹി, മനസ്സ് കടുക്കുമ്പോൾ അതിനുള്ള 5 മരുന്നുകൾ എന്നാണ് ഈ കവി പറയുന്നത്. വളരെ അർത്ഥവത്തായിട്ടുള്ള 5 കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പാരായണം ചെയ്യുന്നത് എന്ത് എന്നുള്ളത് അറിയൽ അത് വളരെ മുഖ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഇറങ്ങിയപ്പോൾ പറഞ്ഞത് എന്താ? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ആവർത്തിച്ചുള്ള അള്ളാഹിൻ്റെ ചോദ്യമാണ്. ഉത്ബുദ്ധരാകാനാണ് ഈ ഖുർആനെ അള്ളാഹു എളുപ്പമാക്കിയത്. അതുകൊണ്ട് ഇതിനെ പഠിച്ച് ഉത്ബുദ്ധരാകുന്നവർ എവിടെ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, ഖുർആനെ കുറിച്ച് അവർ തദബ്ബുർ നടത്തുന്നില്ലേ, ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? അതല്ല അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ട് വീണിരിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ, ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിൻ്റെ കടുപ്പം കുറയും. അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായ സംഭവങ്ങളിൽ ഒന്നെന്താ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതുന്നത് കേട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തടുക്കാൻ, തിരുനബിയെ മറികടന്ന് കഅബത്തിലെത്താൻ ഉദ്ദേശിച്ച ആളാണ് ഉമർ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തുന്നതിന് മുമ്പ്, അല്ല, ഉമർ എത്തുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ആണ് സൂറത്തുൽ ഹാഖ ഓതുകയാണ്. അൽ ഹാഖതു മൽ ഹാഖ വമാ അദ്റാക മൽ ഹാഖ കസ്സബത് സമൂദ് വആദും ബിൽ ഖാരിഅ ഫഅമ്മാ സമൂദ് ഫഉഹ്ലികു ബിത്താഗിയ എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തുകൾ ഓതി സൂറത്തുൽ ഹാഖ ഓതുമ്പോൾ ഉമറിൻ്റെ മനസ്സിൽ അത് മാറ്റങ്ങൾ വരുത്തുകയാണ്. അവസാനം ഇത് മനുഷ്യൻ്റെ വചനങ്ങളാണോ, മുഹമ്മദ് കെട്ടിയുണ്ടാക്കി പറയുന്നതാണോ തുടങ്ങിയുള്ള ആലോചനകൾ. അപ്പോഴാണ് ഫലാ ഉഖ്സിമു ബിമാ തുബ്സിറൂൻ വമാ ലാ തുബ്സിറൂൻ ഇന്നഹു ലറസൂലു ഖൗലി ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്ന് തുടങ്ങിയിട്ട്
അള്ളാഹു കാണുന്നതിനെയും കാണാത്തതിനെയും ഒക്കെ പിടിച്ച് സത്യം ചെയ്ത് ഇത് മാന്യനായ ഒരു റസൂൽ ഓതിക്കൊടുക്കുന്ന വചനങ്ങളാണ്, ഇത് ആരെങ്കിലും കെട്ടിണ്ടാക്കിയതോ നിർമ്മിച്ചുണ്ടാക്കിയതോ അല്ല എന്ന് പറഞ്ഞ് പിന്നീട് ഉമറിൻ്റെ ഓരോ മനസ്സിലെ ചോദ്യങ്ങൾക്കും മറുപടിയാണ് വരുന്നത്. വലാ ബിഖൗലി കാഹിനിൻ ഖലീലൻ മാ തദക്കറൂൻ വലാ ബിഖൗലി ശാഇരിൻ ഖലീലൻ മാ തുഅ്മിനൂൻ എന്നൊക്കെ തുടങ്ങി വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ എന്നുള്ള വചനങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഉമറിൻ്റെ മനസ്സിൽ അത് പ്രതികരണങ്ങൾ സൃഷ്ടിക്കുകയാണ്. അതിൽ പിന്നെയാണ് ആ കടുത്ത ഹൃദയം ലോലമാകുന്നത്. അതിനെ തുടർന്നാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിക്കുന്ന പല കാരണങ്ങളിൽ ഒരു കാരണം ഇതാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു അതിൻ്റെ ഒരു ഉദാഹരണം. അപ്പം വിശുദ്ധ ഖുർആൻ ഓതുക, അതിൻ്റെ അർത്ഥം അറിഞ്ഞു ഓതുക, വിശുദ്ധ ഖുർആൻ്റെ തഫ്സീർ, അതേപോലെ അതിലുള്ള ഹുക്കുമുകൾ, ഇങ്ങനെയൊക്കെ ഉള്ള പഠനം അത് നമ്മുടെ മനസ്സിൻ്റെ കടുപ്പം കുറക്കുവാൻ കുറ്റമറ്റ ഒറ്റമൂലിയാണ് എന്നാണ് ഇവിടെ ഈ കവി ഉണർത്തുന്നത്. കുറേ സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചരിത്രങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടത് കാണുവാൻ സാധിക്കും. ദുആ വളരെ മുഖ്യമാണ്. ഞാനിവിടെ നിങ്ങളെ ചില ദുആകൾ കേൾപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഹൃദയത്തിൻ്റെ വിഷയത്തിൽ വന്ന ദുആകളാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ സലീമ വലിസാനൻ സ്വാദിഖ. തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്ന ഒരു ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ സലീമ, സലീമായ സുരക്ഷിതമായ ഒരു ഹൃദയം അല്ലാഹുവേ ഞാൻ നിന്നോട് തേടുന്നു. വലിസാനൻ സ്വാദിഖ, സത്യസന്ധമായ ഒരു നാവും. തിരുനബിയുടെ ഒരു ദുആയാണിത്. ഇമാം തബറാനി മുഅ്ജമുൽ കബീർ റിപ്പോർട്ട് ചെയ്ത സംഭവം. അൽബാനി ഇതിൻ്റെ സനദിനെ കുറ്റമറ്റതെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖുലൂബിനാ വകർരിഹ് ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ വജഅൽനാ മിനർ റാഷിദീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആയാണ്. എന്താ? അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖുലൂബിനാ, ഈമാനെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതാക്കി തരണമേ, ഈമാനിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ അലങ്കൃതമാക്കണമേ. റസൂലുള്ളാഹിന്റെ ദുആയാണ്. ഹൃദയവുമായി ബന്ധപ്പെട്ട് തിരുനബിയിൽ നിന്ന് വന്ന ദുആയാണ്. ഇതും തബറാനിയുടെ റിപ്പോർട്ടാണ്. ഇമാം ബുഖാരി അദബുൽ മുഫ്രദിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൽബാനി ഇതിന്റെ സനദിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബനാ അലാ തആതിക്. അതേപോലെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിരുന്ന മറ്റൊരു ദുആയാണ്. ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന്, ഖുശൂഇല്ലാത്ത ഖൽബിൽ നിന്ന്, അതേപോലെ തന്നെ നിറയാത്ത വയറിൽ നിന്ന്, ഉത്തരം നൽകപ്പെടാത്ത ദുആയിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തേടാണ്. അല്ലാഹുമ്മ നഖി ഖൽബി മിനൽ ഖതായ കമാ നഖൈത സൗബൽ അബിയദ മിനദ് ദനസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ദുആയാണ്. എന്താ? അല്ലാഹുമ്മ നഖി ഖൽബി മിനൽ ഖതായ, തെറ്റുകളിൽ നിന്ന് എൻ്റെ ഖൽബിനെ നീ ശുദ്ധമാക്കണമേ. കമാ നഖൈത സൗബൽ അബിയദ മിനദ് ദനസ്, മാലിന്യങ്ങളിൽ നിന്ന് വെള്ള വസ്ത്രത്തെ നീ ശുദ്ധിയാക്കിയതുപോലെ. അവിടെ ഹൃദയത്തിന് വേണ്ടി, മനസ്സിന് വേണ്ടി തിരുനബിയുടെ മറ്റൊരു ദുആ. ഇതേപോലെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സമഇ വമിൻ ശർരി ബസരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനിയി. തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കാറുള്ള മറ്റൊരു ദുആയാണ്. ഇമാം തുർമുദി സുനനിൽ റിപ്പോർട്ട് ചെയ്തത്, ഷെയ്ഖ് അൽബാനി സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്താ? എൻ്റെ കേൾവിയുടെ കെടുതിയിൽ നിന്ന്, അതേപോലെ കാഴ്ചയിലെ കെടുതിയിൽ നിന്ന്, അതേപോലെ എൻ്റെ ഹൃദയത്തിൻ്റെ കെടുതികളിൽ നിന്ന്, അതേപോലെ മിൻശർരി മനി എന്ന് പറഞ്ഞാൽ ലൈംഗികാവയവത്തിൻ്റെ കെടുതിയിൽ നിന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, അഭയം തേടുന്നു. തിരുനബിയുടെ ദുആയാണ്. ഇതേപോലെ വേറെയും ധാരാളം ദുആകൾ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, യാ വലിയൽ ഇസ്ലാം വ അഹ്ലിഹി സബ്ബിത്നി ബിഹി ഹത്ത അൽഖാഖ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ദുആകൾ കാണാൻ സാധിക്കും. ഹൃദയത്തിൻ്റെ വിഷയത്തിൽ, മനസ്സിൻ്റെ വിഷയത്തിൽ തിരുനബി നിർവഹിച്ച ഈ ദുആകൾ മനസ്സിൻ്റെ വിഷയത്തിൽ ഇത്രമാത്രം നമ്മൾ വായിക്കുകയാണ്. എന്തിനാ അത് വായിക്കണത്? ഇത്ര റസൂലുള്ളാഹി ഈ വിഷയത്തിൽ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ, റസൂലുള്ളാഹിൻ്റെ ഹൃദയം എന്താ? അത് ലോലമായ ഹൃദയമാണ്, അത് കടുത്ത ഹൃദയമല്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലംഫദ്ദു മിൻ ഹൗലിക്. വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ്, കടുത്ത മനസ്സിന്റെ ഹൃദയവും പരുഷ സ്വഭാവത്തിന്റെ ഉടമയുമായിരുന്നു നിങ്ങളെങ്കിൽ ആളുകൾ നിങ്ങളുടെ ചുറ്റും നിന്ന് പിരിഞ്ഞു പോകുമായിരുന്നു എന്നാണ്. പക്ഷെ റസൂലുള്ളാഹി കടുത്ത മനസ്സിന്റെ കടുത്ത മനസ്സുള്ള അല്ലെങ്കിൽ പരുഷ സ്വഭാവിയായ വ്യക്തിയല്ല. അതുകൊണ്ടാണ് ആൾക്കൂട്ടം തിരുനബിയെ വളഞ്ഞത്. അങ്ങനെയുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിന്റെ വിഷയത്തിൽ ദുആ ചെയ്തതാണ് നമ്മൾ കേൾക്കുന്നത്. ഈ ഒരു സംഭവം ഓർമ്മ വന്നത്, ഖലീഫ മഅ്മൂന്റെ കൊട്ടാരത്തിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, അഹ്മദ് ബിൻ അബി ഖാലിദ് എന്ന് പറയുന്ന ഒരു മന്ത്രി. അയാളൊരു പരുഷനായിരുന്നു, പരുക്കൻ. അപ്പോൾ ഈ അഹ്മദ് ബിൻ അബി ഖാലിദ് എന്ന് പറയുന്ന മന്ത്രി പരുഷ സ്വഭാവിയായത് കാരണത്താൽ ഒരിക്കൽ ഒരു ഗ്രാമീണൻ വന്നിട്ട് മൂപ്പരോട് പറഞ്ഞ്, അള്ളാഹുവിൻ്റെ റസൂലിനില്ലാത്ത പ്രത്യേകത വരെ നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അതൊരു കടുത്ത വർത്താനാണ്. അള്ളാഹുവിൻ്റെ റസൂലിനില്ലാത്ത പ്രത്യേകത വരെ നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പം മനസ്സ് കടുത്തതാണെങ്കിൽ ആ വർത്താനം അല്പം കടുത്തതാണെന്ന് മൂപ്പർക്ക് ബോധ്യപ്പെട്ട് ഈ അഹ്മദ് ബിൻ അബി ഖാലിദിന്. അപ്പം പറഞ്ഞു, അത് നീ തെളിയിച്ചു തന്നോ, അല്ലെങ്കിൽ എന്നെ ഞാൻ കൈകാര്യം ചെയ്യുന്നതാണ് മന്ത്രി. ഇത് പറഞ്ഞത് തെളിയിക്കണം, അതില്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞ്, അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ കടുത്ത മനസ്സുള്ളവനായിരുന്നുവെങ്കിൽ ആളുകൾ നിങ്ങളുടെ ചുറ്റിൽ നിന്ന് പിരിഞ്ഞു പോകുമെന്നാണ്. നിങ്ങൾക്ക് കടുത്ത മനസ്സായിട്ട് ആളുകൾ നിങ്ങളെ ചുറ്റും നിൽക്കുകയാണ് ചെയ്യുന്നത്, പിരിഞ്ഞു പോണില്ല. ആ ഒരു പ്രത്യേകത നിങ്ങൾക്കുണ്ട്, അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അല്ല എന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ പരുഷനാണ്, കടുത്ത മനസ്സുള്ള ആളാണ്, എന്നിട്ടും ആളുകൾ നിങ്ങളുടെ ചുറ്റും നിന്നും പിരിഞ്ഞു പോകണില്ല. അപ്പോൾ അത് നിങ്ങൾക്കുള്ള പ്രത്യേകതയാണ് എന്ന് പറഞ്ഞതാണ്. ആ ഉത്തരത്തിൽ ആ മന്ത്രി വീണെന്നാണ്. അയാൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അത് ആ പറഞ്ഞതെന്നുള്ളത് മനസ്സിലായി. അപ്പം അങ്ങനെ ചില ആളുകളുണ്ട്. പക്ഷേ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോലമായ മനസ്സിൻ്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. എന്നിട്ടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വന്നതായ മനസ്സിന് വേണ്ടി, അത് ശുദ്ധമാകുന്നതിന് വേണ്ടി, അത് ലോലമാകുന്നതിന് വേണ്ടി, അത് തെളിമയിൽ കഴിയുന്നതിന് വേണ്ടി, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അത് വിമലീകരിക്കപ്പെടുന്നതിന് വേണ്ടി ഉള്ളതായ ധാരാളം ദുആകൾ നമ്മൾ വായിക്കണം. അപ്പോൾ പറഞ്ഞു വരുന്നത്, മനസ്സിൻ്റെ കടുപ്പം അള്ളാഹുവിൽ നിന്നുള്ള അദാബാണ്. അത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. മനസ്സ് കടുക്കുമ്പോൾ നമ്മൾ ചികിത്സിക്കേണ്ടതുണ്ട്. ആ പരീക്ഷണത്തിൽ നമ്മൾ പാതാളത്തിൽ ആപതിക്കുവാൻ പാടുള്ളതല്ല. ഇതിലപ്പുറം ഇനി നമുക്ക് വായിക്കുവാൻ ചില ചരിത്രങ്ങളുണ്ട്. അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂ ലുഅ്ലു അൽ മജൂസിയുടെ കുത്തേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ മസ്ജിദ് നബവിയിൽ വീണ് കിടക്കുന്ന സന്ദർഭം അമീറുൽ മുഅ്മിനീൻ ഉമറിൻ്റെ അടുക്കലേക്ക് ഒരു യുവാവ് വന്ന സന്ദർഭം ഹദീസ് ഗ്രന്ഥങ്ങളിൽ വായിക്കാം. എന്താ യുവാവ് വന്നത് എന്നിട്ട് പറഞ്ഞത്? ഹദീസിൻ്റെ ലഫ്ദിലുള്ളത് ജാഅ റജുലുൻ ഷാബുൻ എന്നാണ്, ഒരു യുവാവ് വന്നു എന്നാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് ധാരാളം കുത്താണ്. അതിൽ അടിവയറ് പിളർത്ത രീതിയിലാണ് ഒരു കുത്തുള്ളത്. അതിലൂടെയാണ് ആ കുടൽ വരെ പുറത്തേക്ക് വീണ് കിടക്കുന്നത്. രക്തം ചീറ്റി ഉമർ കിടക്കുകയാണ്. അപ്പോൾ ആ വ്യക്തി വന്നിട്ട് പറയുന്നത്, അബ്ശിർ യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ സന്തോഷിക്കും. ബിബുഷ്റ അല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷം, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ. ലക് എന്താ? മിൻ സുഹ്ബത്തി റസൂലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബിയാണ്. വഖീദ മിൻ ഫിൽ ഇസ്ലാമി മാ ഖദ് അലിംത്, ഇസ്ലാമിൽ നിങ്ങൾക്ക് കുറേ മുൻ സ്ഥാനങ്ങളുണ്ട്, അത് നിങ്ങൾക്കറിയാം. ഒന്നാം സ്ഥാനത്ത് കുറേ വിഷയങ്ങളിൽ ഉമറുണ്ട്. സുമ്മ വലീത ഫഅദൽത്, പിന്നെ നിങ്ങൾ അമീറുൽ മുഅ്മിനീനായി സ്ഥാനമേറ്റ്, എന്നിട്ട് നിങ്ങൾ നീതിയിൽ ഭരണം നടത്തുകയാണ് ചെയ്തത്. സുമ്മ ഷഹാദ, ഇപ്പം അതാ നിങ്ങൾക്ക് ഷഹാദത്ത്, രക്തസാക്ഷിത്വം. അപ്പോൾ സുഹബത്ത്, പുണ്യപ്രവൃത്തികളിൽ ഒന്നാം സ്ഥാനങ്ങൾ, പിന്നീട് ഭരണം, ആ ഭരണത്തിൽ നീതി നിഷ്ഠമായ ഭരണം,
ഇപ്പോൾ ഷഹാദത്ത്, മരണം അത് ഷഹാദത്തിലാണ്, രക്തസാക്ഷിത്വത്തിലാണ്. അതുകൊണ്ട് അബ്ഷിർ ബി ബുഷർ അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷ വാർത്തകളാണിത്, സന്തോഷിക്കൂ അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞപ്പോൾ എന്താ ഉമർ പ്രതികരിച്ചത്? വദിത്തു അന്ന ദാലിക കഫാഫുൻ ലാ അലയ്യ വലാ ലി. ഞാൻ ആഗ്രഹിക്കുന്നത്, ഉമറിന്റെ പ്രതികരണമാണ്, അന്ന ദാലിക കഫാഫുൻ ലാ ലി വലാ അലൈ. എൻ്റെ നന്മകൾ, എൻ്റെ തിന്മകൾ അത് കഫാഫായെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കും വേണ്ട, എനിക്ക് എതിരിലും വേണ്ട, തുല്യായ മതി. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. എന്നിട്ട് ഹദീസിന്റെ ലഫ്ദിലുള്ളത് ഫലമ്മ അദ്ബറ ഇദാ ഇസാറുഹു യമസ്സുൽ അർദ്. ഈ യുവാവ് അമീറുൽ മുഅ്മിനീനോട് സുവിശേഷം പറഞ്ഞിട്ട് തിരിഞ്ഞു പോകുമ്പോൾ അയാളുടെ തുണി, ഉടുമുണ്ട്, അത് നിലത്ത് ഒരതുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നെരിയാണിക്ക് താഴെ തൂങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉമർ പറയാണ് റുദ്ദു അലയ്യൽ ഗുലാം. ആ ഗുലാമിനെ, കുട്ടിയെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഖാൽ, ഉമർ പറയുകയാണ്, ഇബ്ന അഖി, സഹോദര, ഇർഫഅ സൗബക്, വസ്ത്രം ഉയർത്തി ഉടുക്ക്. ഫഇന്നഹു അൻഖാ ലി സൗബിക്, അത് നിന്റെ വസ്ത്രം വെടുപ്പുള്ളതായി നിലനിൽക്കാൻ കരണീയമാണ്. വ അത്ഖാ ലി റബ്ബിക്, നിന്റെ റബ്ബിന് തഖ്വയുള്ളവനായി ജീവിക്കുവാൻ കരണീയമായിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് വസ്ത്രം ഉയർത്തി ഉടുക്ക് എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ സന്ദർഭത്തിൽ ആ യുവാവിനോട് പറയേണ്ടത്, തിരിച്ചു വിളിച്ചിട്ട് പറയേണ്ടതെന്നാണ്. എന്തുകൊണ്ടാണ് അമീറുൽ മുഅ്മിനീൻ ഉമറിനെ പോലുള്ളതായ ഒരു മഹൽ വ്യക്തിത്വം ആ യുവാവിൽ നിന്നുള്ള വർത്തമാനങ്ങളെ കബൂലാക്കിയത്, സ്വീകരിച്ചത്? മാത്രമല്ല, എന്തുകൊണ്ടാണ് ഉമർ മേനി നടിക്കാതിരുന്നത്, പെരുമ പറയാതിരുന്നത്? കഫാഫായാൽ മതി എന്നാ പറഞ്ഞത്. എന്താ ഈ കഫാഫാക എന്ന് പറഞ്ഞാൽ? എനിക്കും വേണ്ട, എൻ്റെത് അങ്ങോട്ടും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്മ, ഞാൻ ചെയ്ത നന്മകൾ, അതേപോലെ എന്നിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ തുല്യായാൽ മതി. എനിക്കൊന്നും പ്രതിഫലമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും പാപത്തിൻ്റെ പേരിൽ ഞാൻ പിടികൂടാഞ്ഞാൽ മതി എന്നാണ് ഉമർ റളിയല്ലാഹു തആല എന്ന് പറയുന്നത്. ശരിയാണ്, ഓക്കെയാണ്, ഞാൻ പിന്നെ നീതിയിൽ ഭരണം നടത്തിയിട്ടുണ്ട്, ഞാനിപ്പോൾ ഷഹീദാകാൻ പോകുകയാണ്, ഞാൻ ഇസ്ലാമിലേക്ക് മുൻകടന്ന വ്യക്തിയാണ്, കുറേ നന്മകളിൽ ഞാനാണ് ഒന്നാം സ്ഥാനം. ഇങ്ങനെയൊന്നും അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാതിരിക്കാൻ കാരണം അതാണ്, മനസ്സിൻ്റെ ലോലത, അത് നിർമ്മലമായ മനസ്സിൻ്റെ വർത്തമാനമാണ്. ഇതാണ് പണ്ഡിതന്മാർ ആ വർത്തമാനത്തിൽ നിന്ന് എടുത്ത ഒരു പാഠം. മുഹമ്മദ് ബിൻ അൽ ഹനഫിയ എന്ന് പറഞ്ഞ അലി റളിയല്ലാഹു തആല അൻഹുവിന് ഒരു മകനുണ്ടായിരുന്നു, മുഹമ്മദ് ബിൻ അൽ ഹനഫിയ. അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മരണശേഷം ബഹ്റൈനിൽ വെച്ച് ബനു ഹനീഫ ഗോത്രത്തിലെ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. ബഹ്റൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബനു ഹനീഫ ഗോത്ര അതിൽപ്പെട്ടതാണ് മുസൈലിമത്തുൽ കദ്ദാബൊക്കെ. അങ്ങനെ ഈ ബനു ഹനീഫ ഗോത്രക്കാരിയായ സ്ത്രീയെ കല്യാണം കഴിച്ചിട്ട് അതിലുണ്ടായ കുട്ടിയാണ് മുഹമ്മദ്, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കുട്ടി. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ മുഹമ്മദ് ബിൻ അൽ ഹനഫിയ എന്ന പേരിലാണ് ഈ കുട്ടി. ഇത് പ്രസിദ്ധൻ, വലിയ പണ്ഡിതനായിരുന്നു എന്നാണ്. ആ കുടുംബത്തിൽ ഇദ്ദേഹത്തോളം വലിയ പണ്ഡിതൻ ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം പറയാണ്, വാപ്പാനോട് ഞാൻ ഒരിക്കൽ പറഞ്ഞ്, അയ്യുന്നാസി ഖൈറുൻ ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. മകൻ മുഹമ്മദ് വാപ്പാനോട് പറയാണ്, വാപ്പാരാണ്? അലി ഇബ്നു അബി താലിബ്. അള്ളാഹുവിൻ്റെ റസൂലിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? അലിയാരോട് ചോദിക്കുകയാണ് മകൻ അലിയാരോട് ചോദിക്കുകയാണ്. ഖാല, അപ്പോൾ അലി പറയാണ്, അബൂബക്കർ, അത് അബൂബക്കറാണ്. ഖുൽതു സുമ്മ മൻ, പിന്നെ ആരാണ്? ഖാല സുമ്മ ഉമറു, പിന്നീട് ഉമറാണ്. മുഹമ്മദ് ബിൻ ഹനഫിയ പറയാണ്, വഖശീതു അൻ യഖൂല ഉസ്മാൻ, ഉസ്മാൻ എന്ന് പറഞ്ഞു പോകുമെന്ന് ഞാൻ പേടിച്ചു എന്നാണ്. അതെന്താ? അതായത് ഉമർ എന്ന് പറയാതെ ഉസ്മാൻ എന്ന് പറഞ്ഞു പോകുമെന്ന് ഞാൻ പേടിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? അലിയാർക്ക് ഉസ്മാനോടുള്ള ബന്ധാണ്. അബൂബക്കർ കഴിഞ്ഞാൽ, അബൂബക്കർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ ഉസ്മാനിന് സ്ഥാനം കൊടുത്ത് പറയുമോ എന്ന് ഞാൻ ഭയന്നു എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാ? വാപ്പാക്ക് ഉസ്മാനോടുള്ള ആ ബന്ധം
അത് കണ്ട് വളർന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അബൂബക്കർ, ഉമർ, ഉസ്മാൻ ഇവർക്കൊക്കെ അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനമാണ് ആര് പറയണത്? മുഹമ്മദ് ബിൻ ഹനഫിയ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഖുൽതു സുമ്മ അൻത്, അബൂബക്കറും ഉമറും കഴിഞ്ഞാൽ പിന്നെ നിങ്ങളായിരിക്കുമല്ലേ, പിന്നെ നിങ്ങൾക്കായിരിക്കുമല്ലേ സ്ഥാനം? അപ്പോൾ അലിയാരുടെ വർത്തമാനം, മാ അന ഇല്ലാ റജുലുൻ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒരാൾ മാത്രമാണ്, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒരാൾ മാത്രമാണ്. ഇതാണ് അലി അബു സിബ്തൈൻ അബു തുറാബ് റളിയല്ലാഹു അൻഹു വ അർദാഹ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. എന്തേ ഈ മറുപടി അലിയാരിൽ നിന്ന് വരാൻ കാരണം? അതാണ് ആ മനസ്സിൻ്റെ സവിശേഷത, ആ മനസ്സിൻ്റെ പ്രത്യേകത. ലോലമായ മനസ്സിൻ്റെ ചരിത്രം പറയുമ്പോൾ പണ്ഡിതന്മാർ അലിയാരുടെ ഈ ഒരു സംഭവം എടുത്തുദ്ധരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉവൈസ് ഇബ്നു ആമിറുൽ ഖർണിയെ കാണാൻ പോയ ചരിത്ര സംഭവം വളരെ പ്രസിദ്ധമാണ്. ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറഞ്ഞാൽ താബിഈങ്ങളിൽപ്പെട്ട വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി അദ്ദേഹം യമനിലെ മുറാദ് ഗോത്രക്കാരനാണ്. അദ്ദേഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്, യമനിലെ മുറാദ് ഗോത്രത്തിൽ ഉവൈസ് ഇബ്നു മുറാദ് അൽ ഖർണി എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി മാതാവിന് പുണ്യം ചെയ്യുന്ന വ്യക്തിയാണ്. അള്ളാഹുവിനോട് അദ്ദേഹം ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു കബൂലാക്കും. അതുകൊണ്ട് അയാളെ കണ്ടുമുട്ടാൻ അവസരം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടോളിയും എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് തിരുനബിയുടെ വിയോഗാനന്തരം ഉമർ റളിയല്ലാഹുവിനെ പോലുള്ള അലി റളിയല്ലാഹുവിനെ പോലുള്ളവരൊക്കെ എന്ത് ചെയ്യും? ഈ ഉവൈസിനെ അന്വേഷിക്കും. യമനിൽ നിന്നുള്ള യാത്രാ സംഘമോ ഹജ്ജ് സംഘമോ വന്നിട്ടുണ്ടെങ്കിൽ ഉവൈസ് ഉണ്ടോ നിങ്ങളുടെ കൂടെ, ഉവൈസ് ഉണ്ടോ നിങ്ങളുടെ കൂടെ എന്ന് ചോദിക്കും. എന്തിനാണ് ചോദിക്കണത്? ആരാണ് അലി, ആരാണ് ഉമർ? അവർ ഇസ്ലാമിലേക്ക് മുൻകടന്നവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കൊണ്ട് പലതവണ സന്തോഷ വാർത്ത അറിയിച്ചവരുമായ വ്യക്തികളാണ്. എന്നിട്ടും ഇവർ ഉവൈസിനെ അന്വേഷിക്കുകയാണ്. എന്തിന്? അദ്ദേഹത്തോട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടണേ എന്ന് ആവശ്യപ്പെടാൻ. അത് സംഭവിച്ചു. ഉമറിൻ്റെ ഖിലാഫത്തിൽ ഒരിക്കൽ ഉവൈസ് അൽ ഖർണി ഹജ്ജിന് വന്നപ്പോൾ ഉമറും അലിയും ഇദ്ദേഹത്തെ തിരക്കി ഹാജിമാരോട്. അപ്പോൾ ഹാജിമാർ പറഞ്ഞ്, എന്തിനാ നിങ്ങൾക്ക് ഉവൈസിനെ? ഉവൈസ് ഇപ്പം നമ്മളുടെ കൂടെ ഒന്നുമില്ല, അദ്ദേഹം ഞങ്ങളുടെ ഒട്ടകങ്ങളൊക്കെ മേച്ച് നടക്കുന്ന ഒരു ഇടയനാണ്. അപ്പോൾ ഉമർ ചോദിച്ചു, എവിടെയാണ് ആ ഇടയനുള്ളത്? അറഫയിൽ പോയിട്ടുണ്ട് എങ്കിൽ അവിടെ അറാഖ് വൃക്ഷങ്ങൾക്കിടയിൽ ഒട്ടകങ്ങളെ മേച്ച് നടക്കുന്നുണ്ടാവും, പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഉമറും അലിയും തത്രപ്പെട്ട് അറഫയിലേക്ക് പോയി. എന്നിട്ട് അവിടെയുള്ള അറാഖിൻ്റെ വൃക്ഷങ്ങൾക്കിടയിൽ ഒട്ടകങ്ങളെക്കിടയിൽ ഉവൈസിനെ തരികയാണ്. അപ്പോഴുണ്ട് വളരെ ജീർണിച്ച ഒരു മുണ്ട് പുതച്ചിരിക്കുന്നു, ഒരു തുണി എടുത്തിരിക്കുന്നു, പൊടി പുരണ്ട ശരീരം, ജടകുത്തിയ തലമുടി, ഒരു ഹാജി അദ്ദേഹം നിന്ന് നിസ്കരിക്കുകയാണ്. അറാഖ് വൃക്ഷത്തിലേക്ക് തിരിഞ്ഞ് കിബിലയിലേക്ക് നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിങ്ങളാണോ ഉവൈസ്? ഉമർ ചോദിക്കുകയാണ്, നിങ്ങളാണോ ഉവൈസ്? അപ്പം അദ്ദേഹം പറയാണ്, എന്തിനാണ് നിങ്ങൾ ഉവൈസിനെ അന്വേഷിക്കുന്നത്? എന്താ കാര്യം? അപ്പം പറഞ്ഞല്ല, ഉവൈസ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാണോ അയാൾ? അപ്പം അദ്ദേഹം ഉവൈസ് എന്ന തന്നെക്കുറിച്ച് ഞാനാണ് ഉവൈസ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ റസൂലുള്ള നിങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ പ്രത്യേകത പറഞ്ഞപ്പോൾ, എങ്കിൽ അത് ഞാനാവൂല, അത് വേറെ ഏതെങ്കിലും വ്യക്തിയായിരിക്കും എന്ന് പറഞ്ഞ് ഉവൈസ് ഒഴിയാണ്. പക്ഷേ അമീറുൽ മുഅ്മിനീനും അതേപോലെ തന്നെ അലി ഇബ്നു അബി താലിബും അവിടെ വെച്ചു ആ ഉവൈസിനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തോട് തങ്ങൾക്ക് ഇസ്തിഗ്ഫാർ നടത്തണമെന്ന് ആവശ്യപ്പെട്ട ആ ചരിത്ര സംഭവം ഇമാം അബൂ നുഐം വിശദമായിട്ട് അദ്ദേഹത്തിൻ്റെ അൽ ഹില്യയിൽ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇവിടെ ആ സംഭവത്തിൻ്റെ അസൽ ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. ഉവൈസ് ഇബ്നു ആമിറിനോട് ഉമർ പറയാണ്, ഇസ്തഗ്ഫിർലി ഫസ്തഗ്ഫറ ലഹ്, നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. അങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തി. ഫഖാല ലഹു ഉമർ, അങ്ങനെ ഉമർ ഉവൈസ് ഇബ്നു ആമിർ അൽ ഖർണിയോട് പറഞ്ഞു, അയിന തുരീദ്, നിങ്ങൾ എവിടേക്കാ പോണത്? ഖാല, അപ്പോൾ ഉവൈസ് പറഞ്ഞു, അൽ കൂഫ, ഇനി ഞാൻ കൂഫയെ ലക്ഷ്യമാക്കിയിട്ട് പോവുകയാണ്, ഇറാഖിലേക്ക് പോവുകയാണ്. ഖാല, അപ്പോൾ ഉമർ പറയാണ്, അല അക്തുബു ലക ഇലാ ആമിലിഹ, കൂഫയിൽ നമ്മുടെ ഗവർണർ ഉണ്ട്,
ആ ഗവർണർ നിങ്ങൾക്ക് പാരിതോഷികം നൽകാൻ, പൈസ നൽകാൻ ഞാൻ കത്തെഴുതട്ടെ എന്ന് ചോദിച്ചു. കാല, അപ്പോൾ ഉവൈസിൻ്റെ മറുപടി, അകൂനു ഫി ഖബറ അന്നാസ് അഹബ്ബു ഇലൈ. അകൂനു ഫി ഖബറ ഇന്നാസ്, ജനങ്ങളിലെ സാധുക്കൾക്കിടയിൽ ഞാൻ ആകലാണ് അഹബ്ബു ഇലൈ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് പൈസ ഒന്നും എഴുതണ്ട, ഞാൻ സാധാരണക്കാർക്കിടയിൽ സാധുക്കൾക്കിടയിൽ ഒരാളായി കൂഫയിൽ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ഉവൈസ് ഇബ്നു ആമിർ അൽ ഖർനി കൂഫയിലേക്ക് യാത്രയായി എന്നാണ്. ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിലാണ് ഇപ്രകാരമുള്ളത്. സഹോദരന്മാരെ, ഈ ഒരു എളിമത്തം, ഈ ഒരു മനസ്സ്, ഇത് ഈ സംഭവത്തിൽ ഉവൈസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതേപോലെ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് മനസ്സിലാക്കുന്നു. എന്താ നമുക്കുള്ള പാഠം? ഇഖ്റഅ താരീഖ് ഇദ് ഫീഹിൽ ഇബർ അദല്ല ഖൗമുൻ ലൈസ യദ്റൂനൽ ഖബർ. ചരിത്രം വായിച്ചോ, ചരിത്രത്തിലാണ് ഗുണപാഠങ്ങളുള്ളത്. ചരിത്രമറിയാത്ത ജനവിഭാഗം അവർ വഴിതെറ്റിയത് തന്നെ എന്ന് പറഞ്ഞ് നമ്മൾ ചരിത്രം വായിക്കുന്നത് അതിലുള്ള ഗുണപാഠങ്ങളെ നമുക്കാക്കുവാനും നമുക്ക് അനുകൂലമാക്കുവാനുമാണ്. അതുകൊണ്ട് തന്നെ മനസ്സ് അത് കടുക്കുക എന്നൊരവസ്ഥ വരുമ്പോൾ നമ്മളതിനെ ചികിത്സിക്കേണ്ടതുണ്ട്. അതിനെ ചികിത്സിക്കുവാൻ പല മരുന്നുകളാണ് പറയപ്പെട്ടിട്ടുള്ളത്. അതിൽ പറയപ്പെട്ട ഒരു മരുന്നാണ് സച്ചരിതരായ നമ്മളുടെ മുൻഗാമികളുടെ ചരിതങ്ങൾ, അവരുമായി ബന്ധപ്പെട്ടുള്ളതായ ചരിത്ര സംഭവങ്ങൾ. അബ്ദുല്ലാഹ് ഇബ്നു ഹംബല റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ്, അബ്ദുല്ലാഹ് ഇബ്നു അഹ്മദ് അദ്ദേഹത്തിൻ്റെ സുഹ്ദിൽ റിവായത്ത് ചെയ്യുന്ന ഒരു സംഭവം, ഇമാം അൽബാനി അതിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള സംഭവമാണ്. അബ്ദുല്ലാഹ് ഇബ്നു സലാം അല്ലെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു സലാം മാർക്കറ്റിലൂടെ നടന്ന്, വഅലൈഹി ഹുസ്മത്തും മിൻ ഹതബ്, പക്ഷെ അദ്ദേഹം മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ വിറക് ചുമന്നാണ് നടക്കുന്നത്. ഫഖീല ലഹു, അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു സലാമിനോട് പറഞ്ഞു, അലൈസ അല്ലാഹു ഖദ അഫാക് അൻ ഹാദ, നിങ്ങൾ വിറകേറ്റി നടക്കണം അബ്ദുല്ലാഹ് ഇബ്നു സലാം, പടച്ചോൻ ഇതിൽ നിന്നൊക്കെ ഒരു ആഫിയത്ത് നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ, നിങ്ങളിപ്പോൾ ചുമടേറ്റി നടക്കണോ? അള്ളാഹു നിങ്ങൾക്ക് എന്തൊക്കെ സൗഖ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഖാല, അബ്ദുല്ലാഹ് ഇബ്നു സലാമിൻ്റെ മറുപടി, ബല, പടച്ചോൻ കുറേ ആഫിയത്ത് നൽകിയിട്ടുണ്ട്, അതൊക്കെ നേരെ തന്നെ. വലാകിൻ അറത്തു അൻ അദ്ഫഅ ബിഹിൽ കിബ്ർ, കിബിറിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യണത്. സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ കിബ്ർ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കടുക് മണിയുടെ തൂക്കം കിബിർ, അഹങ്കാരം, ഞാനെന്ന ഭാവം മനസ്സിലുള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കൂല. അപ്പം കടുകുമണിൻ്റെ തൂക്കം, അഹങ്കാരം മനസ്സിലുള്ളവർക്ക് സ്വർഗം ഹറാമാണ്, അവർക്ക് സ്വർഗത്തിൽ പ്രവേശനമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കിബിറുണ്ട് എങ്കിൽ അത് ചികിത്സിക്കപ്പെടണം. അതിന് ചികിത്സിക്കാനാണ് ഞാൻ ഈ മാർക്കറ്റ് കൂടി വിറക് ചുമന്ന് നടക്കുന്നത് എന്നാണ് പറഞ്ഞത്. അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു തആല അൻഹു. അബ്ദുല്ലാഹ് ഇബ്നു സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ മദീനയിൽ തിരുനബിയെ സ്വീകരിച്ച ജൂതന്മാരുടെ സയ്യിദുകളിൽ ഒരു സയ്യിദ, നേതാവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ അയ്യുഹന്നാസ് അഫ്ഷു സലാം വഅത്ഇമു ത്വആം വസല്ലു ബില്ലൈൽ വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം എന്ന് പറഞ്ഞ് തിരുനബി വന്ന ആ ഹദീസിനെ റിപ്പോർട്ട് ചെയ്ത റാവിയാണ് ആര്? സഹാബിയാണ് ആര്? അബ്ദുല്ലാഹ് ഇബ്നു സലാം. ഈ അബ്ദുല്ലാഹ് ഇബ്നു സലാമിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ മഹത്വത്തെ അറിയിക്കുന്ന സംഭവങ്ങൾ തിരുനബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആ വ്യക്തി മാർക്കറ്റിലൂടെ പിൽക്കാലത്ത് വിറക് ചുമന്ന് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു സഹ്യമായൊരു വിഷയമല്ല പിൽക്കാലക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് ചോദിക്കണത്, നിങ്ങൾ വിറകേറ്റി അടക്കുക. അപ്പോഴാണ് പറഞ്ഞത്, ഇതുകൊണ്ട് കിബിറിനെ ചികിത്സിക്കുകയാണ് ഞാൻ എന്ന ഭാവം അതെന്നിൽ നിന്ന് പോക്കുവാനുള്ള ഒരു ചികിത്സയാണ് ഈ നടത്തുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരം ചരിത്രങ്ങൾ, അതിൻ്റെക്കുറിച്ചുള്ള പഠനങ്ങൾ
അത് നമുക്ക് വലിയ ഉത്ബോധനമാണ്. എന്തിന്? നമ്മളുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തുന്നതിന് വേണ്ടി, അതിനെ നമ്മൾ ചികിത്സിക്കുന്നതിന് വേണ്ടി. അതിൻ്റെ അർത്ഥം ദീൻ പറഞ്ഞ ചില സ്ഥലങ്ങളുണ്ട്, ചില കടുത്ത നിലപാടുകൾ നമ്മൾ എടുക്കേണ്ട സ്ഥലങ്ങൾ. അവിടെ നമ്മൾ ലോലഹൃദയമുള്ളവരായി പെരുമാറുക എന്നുള്ളതല്ല. പിന്നെ കടുത്തത്, പിന്നെ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി പറയും, ഞാൻ മൂർഖമ്പാമ്പിനെ കൊല്ലുമ്പോൾ അതിന് വേണ്ട തല്ല്, ചേരനെ അതിന് വേണ്ട തല്ല്. മൂർഖമ്പാമ്പും ചേരും ഒരുപോലെ, ആ മൂർഖമ്പാമ്പിനെ നന്നായിട്ട് കൊടുക്കണം. അങ്ങനത്തെ ചില സന്ദർഭങ്ങളിൽ മനസ്സ് കടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല, അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദി മിൻഹുമാ മിഅത ജൽദ. എന്നിട്ട് എന്താ പറഞ്ഞത്? അവരുടെ ശിക്ഷയുടെ വിഷയത്തിൽ നിങ്ങൾക്ക് റഅഫത്ത് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അവിടെ മനസ്സ് ലോലാകാൻ പാടുള്ളതല്ല. പിന്നെ അവിടെ കടുത്ത മനസ്സ് തന്നെയാണ് വേണ്ടത്, അള്ളാഹുവിൻ്റെ ശിക്ഷ പാപം ചെയ്തവരുടെ വിഷയത്തിൽ പ്രയോഗിക്കുമ്പോൾ. ഹുദൈബിയ സന്ധിയുടെ വേളയിൽ ഉർവത്ത് ബിൻ മസ്ഊദിന് സഖഫി വന്ന്, അങ്ങനെ ഉർവ വന്നിട്ട് പിന്നെ റസൂലുള്ളാഹിനോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, മുഹമ്മദ്, നിന്റെ കൂടെ കാണുന്നതൊക്കെ ഈ സാധാരണക്കാരായിട്ടുള്ള കുറേ ആളുകളാണ്, ദരിദ്രർ. ഖുറൈശികളോടുള്ള ഒരു ഏറ്റുമുട്ടലിന് നിങ്ങൾ നിന്നിട്ടുണ്ട് എങ്കിൽ, ഖുറൈശികൾ നിങ്ങളായിട്ട് ഏറ്റുമുട്ടാൻ നിൽക്കുകയാണെങ്കിൽ ഈ മനുഷ്യന്മാരൊക്കെ ഇട്ട് ഓടിപ്പോവും, ആരും നിങ്ങളെ കൂടെ ഉണ്ടാവില്ല, ഒക്കെ പിന്തിരിഞ്ഞോടും. അങ്ങനത്തെ ദുർബലരായ സാധുക്കളായ മനുഷ്യന്മാരാണുള്ളത് എന്ന് പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രതികരണം ഉണ്ട്. ആരോട്? ഉർവനോട്. സുസ് ബി ബദറി ലാത്താന്ന്, ലാത്തൻ്റെ ലൈംഗികാവയവം കടിക്കാൻ പറയാം. ആ വർത്തമാനം വളരെ കടുത്ത ഭാഷയിലാണ് ആര് പറഞ്ഞത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുശ്രിക്കുകൾക്ക് ഇട്ടുകൊടുത്തിട്ട് അബൂബക്കർ ഉമർ പോലുള്ളവരൊക്കെ ഓടിപ്പോകുന്ന പറയുന്നത്. അപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങൾ ഓടൂല, ഞങ്ങൾ ഉറച്ചു നിൽക്കും, എന്നിട്ട് നിങ്ങളോട് എതിരിടുകയും ചെയ്യും. മുഗീറത്ത് ബിൻ ശുഅബ പ്രതികരിച്ചത് കാണാൻ സാധിക്കും. ഉർവത്ത് ബിൻ മസ്ഊദിന് സഖഫി റസൂലുള്ളാഹിനോട് സംസാരിക്കുമ്പോൾ, ഹുദൈബിയയിൽ സംസാരിക്കുമ്പോൾ റസൂലുള്ളാഹിനെ താടിക്ക് പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇമാം അഹ്മദ് മുസ്നദിൽ റിവായത്ത് ചെയ്ത റിപ്പോർട്ടിൽ കാണാം, മുഗീറത്ത് ബിൻ ശുഅബ പെരുമാറുന്നുണ്ട്, ഇനി റസൂലുള്ളാഹിന്റെ താടിമക്ക് കയ്യോണെന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പിന്നെ മേത്ത് വേദന ആവും എന്ന് പറയുന്നുണ്ട്, കയ്യ് തട്ടുന്നുണ്ട്. അപ്പോഴാണ് ഉർവ ചോദിക്കണത് റസൂലുള്ളാഹിനോട്. അപ്പോൾ റസൂലുള്ള പുഞ്ചിരിക്കാണ്. ആരാണിത് എന്ന് ചോദിക്കുകയാണ് ഉർവ. അപ്പോൾ പറയുന്നത്, ഇത് നിന്റെ സഹോദരൻ മുഗീറയാണ് എന്ന് പറയണം. അപ്പോൾ പറയുന്നുണ്ട്, മാ അഗ്ലദക് മാ അഫദ്ദക്, വല്ലാത്ത കടുത്ത മനസ്സ് തന്നെ എൻ്റെ മനസ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഉർവ മുഗീറയോട് പ്രതികരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഇത്തരം ചില സന്ദർഭങ്ങളിൽ മനസ്സ് കെടുക്കുക എന്നുള്ളത് അത് ദീനാണ്, ദീനിന് വേണ്ടിയാണ്, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അതില്ല എങ്കിൽ മനസ്സ് കടുത്തതാവുകയല്ല വേണ്ടത്, മനസ്സിന് ലോലതയും അതേപോലെ തന്നെ മനസ്സിന് നൈർമല്യവുമാണ് വേണ്ടത്. അപ്പോഴാണ് ഹിദായത്തും ഉദവിയും തൗഫീക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീക്കേക്ക് അള്ളാഹു നമ്മളെ തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുമാറാവട്ടെ, നമ്മുടെ വീഴ്ചകളെ നികത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദുനിയാവിലെ സമയങ്ങളിൽ നമ്മുടെ ഏറ്റവും നല്ല സമയം നമ്മുടെ അവസാനത്തെ സമയമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ മരണപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിൽ മക്കളിൽ നമുക്കെല്ലാവർക്കും കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളിലൂടെ അള്ളാഹു കൺകുളിർമയേറ്റി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് പൊറുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും ഈ പുണ്യത്തിൻ്റെ വേദിയിൽ അള്ളാഹു ഒന്നിപ്പിച്ചതുപോലെ അവൻ്റെ ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവാചകൻ്റെ ശറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് കൗസർ കുടിച്ച് സ്വർഗ്ഗരാജ്യത്തിലേക്ക് കുതിച്ചുയരുവാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.